الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിതമനുസരിച്ച് ജീവിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഓതിവെച്ച വചനം ഏറെ സുപരിചിതമാണ്. സൂറത്തുൽ മുൽക്കിലെ വചനമാണ്. 67-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. അതിലെ 15-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. സൂറത്തുൽ മുൽക്കിൽ ഒരുപാട് അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് എന്ന് നമുക്കറിയാം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഒരു അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ഉണർത്തുകയും അതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് ഈ വചനത്തിലൂടെ ചെയ്യുന്നത്. അതിലൂടെ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ അധീനപ്പെടുത്തി തന്നത്. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ ഫംശൂ ഫീ മനാകിബിഹ, അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കണം, സഞ്ചരിക്കണം. എന്നിട്ട് വകുലൂ മിൻ റിസ്ഖിഹി, നിങ്ങളുടെ ഉപജീവനം നിങ്ങൾ തേടണം, ആ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. വഇലൈഹിൻ നുശൂർ, അവസാനം എല്ലാവരും മടങ്ങിയെത്തേണ്ടത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. ഇതാണ് ഈ വചനത്തിന്റെ സാരം. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാം മനുഷ്യ ജീവിതവുമായി, ജീവിതത്തിന്റെ എല്ലാ മേഖലകളുമായി ഇഴുകിച്ചേർന്നിട്ടുള്ള അള്ളാഹുവിന്റെ സന്ദേശമാണ്. നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എന്ത് കഴിക്കാം, എന്ത് കഴിച്ചുകൂടാ, എന്ത് ധരിക്കാം, എന്ത് ധരിച്ചുകൂടാ എന്ന് തുടങ്ങി എല്ലാറ്റിനും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്.
ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ഭൂമിയുടെ ചുമലുകളിലൂടെ സഞ്ചരിക്കുകയും ഭൂമിയെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു, അതുകൊണ്ട് അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും നിങ്ങളുടെ റിസ്ക് നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നാണ് അള്ളാഹു ഉണർത്തുന്ന കാര്യം. ഇത് പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചില ആരാധനകളും ചില ചൊല്ലിപ്പറയലുകളും ചില ഭാവഭാവാദികളും കാട്ടിക്കൂട്ടലുകളുമാണ് എന്നുള്ള ധാരണ നമ്മളെ കൊണ്ട് തിരുത്തിക്കുന്ന ഒരു വചനവും കൂടിയാണ്. ഇത് അധ്വാനിക്കുന്നതിനെ കുറിച്ചും ആ അധ്വാനത്തിന്റെ ഫലമായി ലഭിക്കുന്ന ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചുമാണ് ഈ വചനത്തിന്റെ ഉൾക്കാമ്പ് എന്ന് നാം തിരിച്ചറിയുക. ഇസ്ലാമിന് തൊഴിലിനെ കുറിച്ച്, ജോലിയെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇസ്ലാം സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളിയുടെ കടമ, അവന്റെ അവകാശം, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തിനേറെ ആ തൊഴിൽ അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് ചിലപ്പോൾ ആരാധനയുടെ ഭാഗമായി കാണുകയും പ്രതിഫലാർഹമായി നിശ്ചയിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. അധ്വാനിച്ച് ജീവിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് നിർദ്ദേശിക്കുന്നത്. തട്ടിപ്പും വെട്ടിപ്പും ചൂഷണങ്ങളുമായി ഒരു ജീവിതം ഒരു വിശ്വാസിക്ക് പാടില്ല. അതുപോലെ തന്നെ പരാന്നഭോജികളായി ഇത്തിക്കണ്ണികളായി ജീവിക്കുകയും ചെയ്യരുത്. ആരുടെയെങ്കിലും തണലിൽ, ആരുടെയെങ്കിലും നിഴലിൽ ജീവിക്കാം, ആരെങ്കിലും സുഖിപ്പിച്ചുകൊണ്ട് ജീവിക്കാം, അങ്ങനെ ജീവിതമാകട്ടെ എന്നൊന്നും കരുതാനുള്ള അവകാശമില്ല. അതിലേക്കാണ് ഈ വചനം വിരൽ ചൂണ്ടുന്നത്. ഫംശൂ ഫീ മനാകിബിഹ, നിങ്ങൾ നടക്കണമെന്നാ പറഞ്ഞത്, അധ്വാനിക്കണമെന്ന് തന്നെയാ പറഞ്ഞത്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസ്ക് നിങ്ങൾ കഴിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മൾ കച്ചവടമുള്ളവർ തൽക്കാലം ഒഴിവാക്കി ജോലികളുള്ളവർ തൽക്കാലം മാറ്റിവെച്ചാണ് ഇപ്പോൾ ഈ പള്ളിക്കകത്ത് വന്നിരിക്കുന്നത്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. വിശ്വാസികളെ, വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ഏത് ജോലിയിലാണോ അത് നിർത്തിവെക്കുക, കച്ചവടമാണോ അത് ഒഴിവാക്കുക, എന്നിട്ട് നിങ്ങൾ പള്ളികളിലേക്ക് വരിക. ഇവിടെ നടക്കുന്ന ഖുത്ബയിലും നമസ്കാരത്തിൽ നിങ്ങൾ പങ്കെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് വേണം? ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ് വദ്കുറുല്ലാഹ കതീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ചടഞ്ഞുകൂടി ഇരിക്കലല്ല നിങ്ങൾ വേണ്ടത്. വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് ഇനി ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. എന്ത് വേണം? ഫന്തശിറൂ ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കണം. എന്നിട്ട് എന്ത് വേണം? വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഫള് തേടി പിടിക്കണം. വദ്കുറുല്ലാഹ കതീറ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും വേണം. എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇപ്പൊ നമസ്കാരത്തിന് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ പള്ളിയിലെത്തണം. അത് മസ്റ്റാണ്, ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യം. വേറെ ഒരു രംഗത്തും ഒരു ദിവസത്തെ കുറിച്ചും നിങ്ങൾ ഒഴിവാക്കുക എന്ന്, കച്ചവടമാകട്ടെ എന്താകട്ടെ, അത് നിങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. അത് വെള്ളിയാഴ്ചയെ കുറിച്ച് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം? പള്ളിയിൽ ചടഞ്ഞുകൂടി ഇരിക്കാനല്ല പറഞ്ഞത്, ഇറങ്ങുക പുറത്തേക്ക്. എന്നിട്ട് അള്ളാഹുവിന്റെ ഫളിൽ അന്വേഷിക്കുക. അന്വേഷിക്കാതെ കിട്ടൂല. അതിനാണ് ജോലി ചെയ്യുക, തൊഴിൽ ചെയ്യുക എന്നൊക്കെ നമ്മൾ സാധാരണയായി പറയാറുള്ളത്. അത് ചെയ്യാനുള്ള നിർദ്ദേശമാണ്. തന്നെയുമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഒരു സഹാബി ചോദിച്ചു, അയ്യൽ കസ്ബി അത്യബ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ്? അള്ളാഹു ഏറ്റവും നല്ലതേ സ്വീകരിക്കുള്ളൂ, നാം തിരിച്ചറിയേണ്ട കാര്യം. ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, അമലുർ റജുലി ബിയദിഹി, ഒരു മനുഷ്യൻ അവന്റെ കൈ കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്നതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏറ്റവും നല്ല സമ്പാദ്യം. അവൻ അധ്വാനിച്ച് നേടുന്നതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞത്, വകുല്ലു ബൈഇൻ മബ്റൂർ, എല്ലാ മബ്റൂറായ കച്ചവടം. മബ്റൂർ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പിന്നെ ഒരു ആരാധനയെ കുറിച്ച് പറയുന്നത് ഹജ്ജിനെ കുറിച്ചാണ്. ഹജ്ജിന്റെ സീസൺ ആണല്ലോ. ഒരുപാട് കേൾക്കുന്ന ഒരു പ്രവാചക വചനമാണ്, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. നമ്മളോട് യാത്ര ചോദിക്കുന്നവരോട്, നാം യാത്ര അയക്കുന്നവരോട് നമ്മൾ പറയുന്നത് എന്താ? നിങ്ങളുടെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി തീരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാണ് പറഞ്ഞു വിടാറുള്ളത്. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് മബ്റൂറായ ഹജ്ജ് ഉണ്ടാകണമെന്നുമാണ്. ആ ഹജ്ജുമായി ബന്ധപ്പെടുത്തി പ്രയോഗിച്ച വാക്ക് ഏതോ അതേ വാക്കാണ് കച്ചവടവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് എന്നത് നിസ്സാരമായി കണ്ടുകൂടാ. ഇപ്പൊ ബൈഉൻ മബ്റൂർ എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പും വെട്ടിപ്പും ചൂഷണവും ഒന്നുമില്ലാത്ത നേർക്ക് നേരെയുള്ള കുറ്റമറ്റ കച്ചവടം, കുറ്റമറ്റ ഹജ്ജ് എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു കച്ചവടമാണ്. ആ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏറ്റവും നല്ല സമ്പാദ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു എങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതില്ലേ എന്ന് ആലോചിച്ചു നോക്കുക. അതുപോലെ തന്നെ അമല് ചെയ്ത് ജോലി ചെയ്ത് സമ്പാദിച്ച് ഭക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് എന്ന് പ്രവാചകൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാം. ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഇറങ്ങിത്തിരിച്ചാൽ എന്തെല്ലാം തൊഴിലുകളാണുള്ളത്. ഇസ്ലാം വിരോധിച്ചിട്ടില്ലാത്ത സർവ്വ തൊഴിലും, അത് ഏത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് തലങ്ങളിലുള്ളതാകട്ടെ, അത് ചെയ്യണം, ചെയ്തുകൊണ്ട് ജീവിക്കണം. ഒരിക്കലും പരാന്നഭോജികളായി ജീവിക്കുന്ന അവസ്ഥ, തട്ടിപ്പും വെട്ടിപ്പുമായി ജീവിക്കുന്ന അവസ്ഥ, മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് നാം തിരിച്ചറിയുക. ഏറ്റവും നല്ല ആഹാരം അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് തന്നെയാണ്. രാപ്പകൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന, അതിൽ നിന്ന് കിട്ടുന്നത് എന്തോ അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ആഹാരം, ഏറ്റവും ഉത്തമമായ ആഹാരം. അതുപോലെ ഓരോ ജോലികൾ, വണ്ടി വലിക്കുന്നതായാലും കൊള്ളാം, റിക്ഷ വലിക്കുന്നതായാലും കൊള്ളാം, ഏത് ചെറുതു മുതൽ അങ്ങ് മുകളിലോട്ട് നമ്മൾ എണ്ണിപ്പറയുന്ന എത്ര തൊഴിലുകളാണ് നമ്മളുടെ ഇടയിൽ ഉള്ളത്. ആ തൊഴിലുകൾക്കൊക്കെ അതിൻ്റെതായ സവിശേഷതയുണ്ട്, അതിൻ്റെതായ അന്തസ്സുണ്ട്, അതിൻ്റെതായ ആഭിജാത്യമുണ്ട്, അതിൻ്റെതായ സവിശേഷതയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായിരുന്നാലും ശരി, ആ അധ്വാനിച്ച് തിന്നുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്, വഇന്ന നബിയല്ലാഹി ദാവൂദ കാന യഅകുലു മിൻ അമലി യദിഹി. അല്ലാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൈ കൊണ്ട് അധ്വാനിച്ച് ഭക്ഷിച്ചിരുന്ന ആളായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ആരായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം? ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹദ്ദാദ്, കൊല്ലപ്പണിക്കാരനായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നജ്ജാർ, ആശാരിയായിരുന്നു എന്നാണ്. നിങ്ങൾ നോക്ക്, പ്രവാചകൻ ഉൾപ്പെടെ മനുഷ്യ സമൂഹത്തിലേക്ക് അള്ളാഹു നിയോഗിച്ചയച്ച എല്ലാ പ്രവാചകന്മാരും അവർക്കൊക്കെ പരാന്നഭോജികളായി ജീവിക്കുന്നതിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇന്നത് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കി അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ എന്തിനും തയ്യാറായി നിൽക്കുന്ന അനുചരന്മാരുണ്ടായിരുന്നു. എന്നിട്ട് അവരെ ഒന്നും ആശ്രയിച്ച് ജീവിച്ചില്ല അവരൊക്കെ അവരാൽ കഴിയുന്ന ജോലികൾ ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുക തന്നെയായിരുന്നു. ആടുമേയിച്ച് ജീവിക്കുകയായിരുന്നു, മറ്റു പല പണികളും ചെയ്ത് ജീവിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈ രൂപത്തിൽ എടുത്തു പറഞ്ഞത് എന്ന് നാം പ്രത്യേകം ചിന്തിക്കണം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു. സുലൈമാൻ നബിക്കും ദാവൂദ് നബിക്കും അള്ളാഹു നൽകിയ അനുഗ്രഹം മറ്റുള്ള ആർക്കും ലഭിച്ച അനുഗ്രഹങ്ങളെക്കാൾ ശ്രേഷ്ഠമായതായിരുന്നു. അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദി. അള്ളാഹു അവന്റെ ദാസന്മാരിൽ നിന്ന് അധികം ആളുകൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ നാഥ, നിനക്ക് സ്തുതി എന്ന് പറഞ്ഞവരാണ് അവർ രണ്ടാളും. ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ഈ വാചകം നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു രാജാവായി ജീവിച്ച മനുഷ്യൻ, ഒരു ഭരണാധികാരിയായി ജീവിച്ച ഒരു പ്രവാചകൻ സ്വന്തം കൈകൊണ്ട് ഹദ്ദാദ് കൊല്ലപ്പണി ചെയ്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കണം. ഇന്നത്തെ ഭരണാധികാരികളും അന്നത്തെ മുമ്പ് ജീവിച്ചു പോയ ഭരണാധികാരികളും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ഭരണാധികാരികൾ എക്സ് ഓർ വൈ ആരായിക്കൊള്ളട്ടെ, എങ്ങനെയാണ് അവരുടെ ജീവിതം,
ജനങ്ങളുടെ നികുതി പണം ധൂർത്തടിച്ച് അത് ഞെക്കിപ്പിഴിഞ്ഞ് സാധാരണക്കാരനെ പിഴിയാവുന്നിടത്തോളം പിഴിഞ്ഞെടുത്ത് സ്വന്തം ജീവിതം ആർഭാടത്തിലും ആഹ്ലാദത്തിലും ആടി തിമിർത്ത് ജീവിക്കുന്ന ഭരണാധികാരികൾ. എന്നിട്ടോ അങ്ങനെ ജീവിച്ചു പോയ മനുഷ്യന് മാതൃകയായി അധ്വാനം ചെയ്ത് ജീവിച്ച് ഭരണം കൂടി നടത്തിപ്പോയ ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ല. ഇപ്പൊ ഇതാ നമുക്കറിയാം, നാഷണൽ കരിക്കുലം ഫ്രെയിം എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസത്തിന്റെ ബന്ധപ്പെടുന്ന NCERT-യുമായി ബന്ധപ്പെടുന്ന ചില ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും അറിയാത്തവരായി ഈ ഇരിക്കുന്നവരാരും അറിയാത്തവരായി നടിക്കരുത് കേട്ടോ. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകരുത് ഒരിക്കലും. ഞാനിതൊന്നും അറിയുന്നില്ല എന്നുള്ള ചിന്ത ഉണ്ടാകരുത്. ചിന്ത ഉണ്ടാകണം, ഉണ്ടായേ തീരൂ. കണ്ണ് രണ്ടും തുറന്നിരുന്നിട്ടില്ല എങ്കിൽ വലിയ അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന ബോധം എപ്പോഴും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. NCERT ഇപ്പോൾ ചരിത്ര പുസ്തകം രചിക്കുന്നു. എന്താണ് ആ ചരിത്ര പുസ്തകത്തിൽ നിന്ന് അവർ എടുത്തു മാറ്റുന്നത്? ഡൽഹി സുൽത്താനേറ്റിനെ ഒന്നടങ്കം ഒഴിവാക്കുകയാണ്. മുഗൾ ഭരണാധികാരികളെ ഒഴിവാക്കുകയാണ്. മുഗൾ ഭരണാധികാരികളെ നമുക്കറിയാം. ഔറംഗസീബിനെ പോലുള്ള ആളുകൾ തൊപ്പി തുന്നിയും ഖുർആൻ പകർത്തി എഴുതിയും ജീവിതം നയിച്ചു പോയ ഭരണാധികാരി. അവരുടെ ഒന്നും ചരിത്രം പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അതിന് പകരം ഏതോ മേളയോ അതിന്റെ പേരൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഇവിടെ നിന്ന് പറയുന്നില്ല. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ചരിത്ര രചന വരുന്നു. ഇത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ചരിത്രത്തെ തമസ്കരിക്കുന്ന അവസ്ഥ ആ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ഒരുപാട് ചരിത്രം തമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? ഇപ്പൊ നമുക്കറിയാം ഉമർ ബിൻ അബ്ദുൽ അസീസിനെ പോലെയുള്ള ഭരണാധികാരികൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന്, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ച് നമ്മൾ സാധാരണ ഒരു പാട്ട് കേൾക്കാറില്ലേ? ഒരു മുന്തിരി തിന്നാൻ വേണ്ടി കാലണയില്ല കയ്യിൽ എന്ന് പറയുന്ന ആ പാട്ട് വെറും ഒരു പാട്ടല്ല, ഒരു ചരിത്രമാണ്. അങ്ങനെയായിരുന്നു ഭരണാധികാരികൾ. ജനങ്ങളെ പറ്റിച്ചല്ല അവർ ജീവിച്ചത്, ജനങ്ങളെ പിഴിഞ്ഞല്ല അവർ ജീവിച്ചത്. അവർ ജീവിക്കാൻ വേണ്ടി അവര് സ്വന്തം മാർഗങ്ങൾ കാണുകയും അധ്വാനിക്കുകയും ചെയ്യുകയും ഭരണം നടത്തുകയും ചെയ്തിരുന്നവരായിരുന്നു അവരൊക്കെ. ഇന്ന് അങ്ങനെയാണോ എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തേ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അങ്ങ് പറഞ്ഞത്? അങ്ങനെ പറയാൻ കാരണം എന്താ? വിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. സൂറത്തു സബ 34-ാമത്തെ അധ്യായം, അതിലെ 10-ാമത്തെയും 11-ാമത്തെയും വചനം. അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. സൂറത്തു നംലിലുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട് ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും ഒക്കെ ചരിത്രം. ആ ഭരണാധികാരികളുടെ മഹത്തായ ചരിത്രം ഒരുപാട് രംഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ അള്ളാഹു എടുത്തു പറയുകയാണ് ദാവൂദ് നബിയെ കുറിച്ച്. നാം പരാമർശിക്കുന്ന ദാവൂദ് നബി കൊല്ലപ്പണിക്കാരനായിരുന്നു എന്നാണ്. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫദ്ല, നാം നമ്മിൽ നിന്ന് ദാവൂദിന് അനുഗ്രഹം നാം നൽകി. എന്നിട്ട് നാം പറഞ്ഞു യാ ജിബാൽ, പർവ്വതങ്ങളെ. അള്ളാഹു പർവ്വതങ്ങളോട് നിർദ്ദേശിക്കുകയാണ് ആ ദാവൂദിനോടൊപ്പം നിങ്ങൾ കീർത്തനം ഉരുവിടുക എന്ന് പർവ്വതങ്ങളോടുള്ള നിർദ്ദേശം. കഥയല്ല, ഇത് ഖുർആനാണ്. കാരണം ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കീർത്തനം വളരെ ആകർഷണീയമായിരുന്നു എന്നാണ് ശബ്ദം. അദ്ദേഹം സബൂർ പാരായണം ചെയ്യുമ്പോൾ എല്ലാവരും വളരെ ഭവ്യതയോടെ, വളരെ തികഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ആ രാഗം, ശബ്ദം ഇങ്ങനെ ആസ്വദിക്കാറുണ്ടായിരുന്നു. അത്ര നല്ല മിസ്മാർ പോലെയുള്ള ശബ്ദമായിരുന്നു ദാവൂദ് നബിയുടെ സൗണ്ട് എന്നാണ്. ആ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കീർത്തനം നടത്തുമ്പോൾ പർവ്വതങ്ങളോട് അള്ളാഹുവിന്റെ നിർദ്ദേശം, അദ്ദേഹത്തോടൊപ്പം നിങ്ങളും കീർത്തനം ഏറ്റുചൊല്ലുക. എന്നിട്ട് പറയുന്നു അദ്ദേഹത്തിന് നാം ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു. ഒരു സാങ്കേതിക വിദ്യ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ. എന്താണ്? ഇരുമ്പ് ഉരുക്കി പല രൂപത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി ആ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വിദ്യ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. വഅലന്നാ ലഹുൽ ഹദീദ്, അദ്ദേഹത്തിന് നാം ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശമാണ് എന്ത്? അനിഅമൽ സാബിഗാത്തിൻ, പൂർണ്ണ വലിപ്പമുള്ള കവചങ്ങൾ അതുകൊണ്ട് നീ പണിഞ്ഞുണ്ടാക്കുക. ദാവൂദ് നബിയോടുള്ള നിർദ്ദേശ. അതുകൊണ്ടാണ് ഹദ്ദാദ് ആയിരുന്നു എന്ന് പറയാൻ കാരണം. വെറുതെ പറഞ്ഞതല്ലത്. അനിഅമൽ സാബിഗാത്തിൻ, പൂർണ്ണ വലിപ്പമുള്ള വലിയ കവചങ്ങൾ നീ നിർമ്മിക്കുക. എന്നിട്ടോ വഖദ്ദിർ ഫിസ് സർദി,
അതിന്റെ കണ്ണികളൊക്കെ ഒരുക്കുമ്പോൾ വളരെ വളരെ നല്ല നിലയിലായിരിക്കണം അത് ഒരുക്കി വെക്കേണ്ടത് എന്ന് പോലും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു നിർദ്ദേശിച്ചതായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. എന്നിട്ടൊരു വലിയ സാങ്കേതിക വിദ്യ, അതിന്റെ ആ ജ്ഞാനം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതിന് പകരമായി അള്ളാഹു നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശം, വഅമലൂ സാലിഹാ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹു നൽകുന്നതാണ് സാങ്കേതിക വിദ്യയും അതിന്റെ ഗുണങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ ദാനമാണ്. ഇതാര് തിരിച്ചറിയണ്? ഇതാര് മനസ്സിലാക്കുന്നു? ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തം നടക്കുമ്പോഴേക്കും അതെല്ലാം എന്റേതാണ്, ഞങ്ങളുടേതാണ് എന്നുള്ള ധ്വനിയിലേക്ക് മാറുകയും ഈ കഴിവ് കനിഞ്ഞു നൽകിയ റഹ്മാനായ റബ്ബിനെ മറക്കുകയും എവിടെ അല്ലാ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ ദാവൂദ് നബിയോട് പറഞ്ഞത് വഅമലൂ സാലിഹാ, നിങ്ങൾ ഇതിന് നന്ദിയായി സൽക്കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ഇന്നീ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് എന്നാണ്. അപ്പൊ ഇരുമ്പ് ഉരുക്കി അത് ആവശ്യമുള്ള ആയുധങ്ങളാക്കി മാറ്റാനുള്ള ഒരു സാങ്കേതിക വിദ്യ, അത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് നൽകിയ അനുഗ്രഹം എന്നുള്ള നിലയിൽ അള്ളാഹു എടുത്തു പറഞ്ഞ സൂറത്തു സബയിലെ 2 വചനങ്ങളാണിത്. അതിനെങ്ങനെ നന്ദി ചെയ്യണം എന്നും കൂടി പറയുന്നു. അപ്പൊ അതൊക്കെ പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണെന്നർത്ഥം. അതുപോലെ തന്നെ നമ്മളൊക്കെ സാധാരണയായി ജോലികളിൽ പലപ്പോഴും നാം ശ്രദ്ധിക്കാറുള്ള കാര്യം എന്താണ്? വൈറ്റ് കോളർ ജോബുകൾ മാത്രമാണ് പലപ്പോഴും ജോലിയായി നമ്മൾ കാണാറുള്ളൂ. മറ്റു ജോലികളൊന്നും ജോലിയായി നമ്മൾ ചിന്തിക്കാറുന്നില്ല. ഏത് ജോലിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെതായ അന്തസ്സുണ്ട് എന്ന് നാം തിരിച്ചറിയുക. ബാർബറിന് അതിൻ്റെതായ അന്തസ്സുണ്ട്, ആശാരിക്കുണ്ട്, കൊല്ലപ്പണിക്കാരനുണ്ട്, അതുപോലെ തന്നെ മീൻ പിടിക്കുന്നവനുണ്ട്, മീൻ കച്ചവടക്കാരനുണ്ട്, എല്ലാവർക്കുമുണ്ട്. അവരവരുടേതായ ശൈലിയിൽ അവരുടേതായ തലങ്ങളിൽ അവർ ചെയ്യേണ്ട അധ്വാനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഒരു ജോലിയും ഒരു തൊഴിലും അള്ളാഹു അനുവദിച്ച ഒരു തൊഴിലും നമ്മൾ ഒരിക്കലും മോശമായി കാണരുത് എന്നുള്ള സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാമിന് നമ്മുടെ മുമ്പിൽ വെക്കാനുള്ളത്. അതുപോലെ തന്നെ തൊഴിലാളി മുതലാളി സംഘർഷത്തിന്റെ മേഖലയല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവർ തമ്മിൽ യോജിപ്പിന്റെയും സൗഹാർദ്ദതയുടെയും മേഖലയാണ്. കാരണം തൊഴിലാളി അവന്റെ അവകാശങ്ങൾ, അവന്റെ ബാധ്യതകൾ നിറവേറ്റി മുന്നോട്ട് പോകുമ്പോൾ അവന് നൽകേണ്ടത്, കൃത്യമായി നൽകേണ്ട ബാധ്യത തൊഴിലുടമയ്ക്കുണ്ട് എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകുന്നു പരിശുദ്ധ ഇസ്ലാം. നിങ്ങൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, വേലയ്ക്ക് കൂലി അവന്റെ വിയർപ്പ് തുള്ളി വറ്റുന്നതിന് മുമ്പ് കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അഅ്തുൽ അജീർ, ജോലി ചെയ്തവനെ നിങ്ങൾ നൽകുക, അജ്റഹു, അവന്റെ കൂലി, ഖബല അൻ യജിഫ അറഖുഹു, അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ്. അധ്വാനിച്ച് അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന്റെ കൂലി നിങ്ങൾ നൽകിയിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. തന്നെയുമല്ല, വേല ചെയ്യിപ്പിച്ചിട്ട് കൂലി കൊടുക്കാതിരുന്നാൽ പരലോകത്ത് അതിന് അനുഭവിക്കേണ്ടി വരും എന്നുകൂടി പറയുന്നു. നമസ്കരിച്ചില്ലെങ്കിൽ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും, നോമ്പ് പിടിച്ചില്ലെങ്കിൽ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ നമുക്ക് നിർത്താൻ പറ്റുന്നതല്ല ഇത് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 3 ആൾക്കാർക്ക് ഞാൻ പരലോകത്ത് എതിർവാദിയായിട്ടായിരിക്കും ഞാൻ വരിക. അവർക്കെതിരെയായിരിക്കും എന്റെ വാദം. നമ്മൾ സാധാരണയായി പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ ഖുർആൻ ഉപേക്ഷിച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ജീവിച്ചവർക്കെതിരിൽ സാക്ഷി പറയുമെന്ന് നമ്മൾ പറയാറുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേ സന്ദേശം തന്നെയാണ് നമ്മളോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 3 വിഭാഗം ആളുകളുടെ എതിർവാദിയായിരിക്കും ഞാൻ പരലോകത്ത്. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ എന്റെ പേരിൽ എന്തെങ്കിലും കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന വാക്ക് പറയുക, എന്നിട്ട് അവനെ വഞ്ചിക്കുക. വാക്ക് പറഞ്ഞ് വഞ്ചന നടത്തുന്നവൻ, അവനെതിരെയായിരിക്കും എന്റെ സംസാരം പരലോകത്ത്. രണ്ടാമത് പ്രവാചകൻ പറയുന്നു, വറജുലുൻ ബാഅ ഹുർറൻ ഫഅകല സമനഹു, ഒരു സ്വതന്ത്രനായ മനുഷ്യനെ വിൽക്കുക, വിറ്റിട്ട് അതിന്റെ വില തിന്നുക, അവനെതിരെ ഞാൻ സംസാരിക്കുന്ന പറയുന്നത്. ഒരു മനുഷ്യനെ വിൽക്കുക, വിറ്റിട്ട് അതിന്റെ പൈസ തിന്നുക. ഒരുപാട് കടത്തുകളും തീറ്റകളും നമ്മൾ കേൾക്കാറില്ലേ പ്രിയമുള്ളവരെ? പത്രങ്ങളിലൂടെ വായിക്കാറില്ലേ? മനുഷ്യ കടത്ത്, അങ്ങോട്ട് കടത്തി ഇത്ര ലക്ഷം രൂപ. അതിൽ ജാതിയും മതവും ഒന്നും നമ്മൾ കാണുന്നില്ല. അവിടെ ശ്രദ്ധിക്കാൻ കൽപ്പിക്കപ്പെട്ട മതത്തിന്റെ ആളുകളുമുണ്ട് ആ ലിസ്റ്റിൽ. നിസ്സാരമല്ല ഞാൻ ഈ പറയുന്നത്. അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
മനുഷ്യനെ വിൽക്കുക, എന്നിട്ട് അതിന്റെ വില തിന്നുക, അവന് ഞാൻ എതിരായിരിക്കും പരലോകത്ത്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വറജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅതിഹി അജ്റഹു. ഒരു മനുഷ്യനെ കൂലിക്ക് വിളിച്ചു, വേലയ്ക്ക് വിളിച്ചു, അവന് കൂലി നിശ്ചയിച്ചു, അവൻ ചെയ്യേണ്ട പണി പൂർണ്ണമായും ചെയ്തു, എന്നിട്ട് അവന് കൂലി നൽകാതിരിക്കുന്നവൻ ആരോ, അവന്റെ പ്രതിഫലം നൽകാതിരിക്കുന്നവൻ ആരോ, അവനെതിരായിരിക്കും ഞാൻ പരലോകത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ, വേല ചെയ്യുന്നവന്റെ കൂലിയെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഇത്രയും നല്ല തത്വസംഹിത കവച്ചു വെക്കാൻ ഏത് തത്വസംഹിതയാണ്, ഏത് ദർശനമാണ് ഇവിടെ ഉള്ളത് എന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കുക. തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ചും അവരുടെ കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും ഓർമ്മിപ്പിക്കുന്നതിനും വേണ്ടി സാധാരണ എല്ലാ വർഷങ്ങളിലും അന്താരാഷ്ട്ര ലെവലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിനമാണല്ലോ ഇന്നലെ കഴിഞ്ഞുപോയത്, അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. അത് തൊഴിലാളികളെ കുറിച്ച് ചിന്തിക്കാനും ഓർമ്മിപ്പിക്കാനും വേണ്ടിയാ. അതൊരു ദിനം കൊണ്ട് അവസാനിപ്പിക്കുന്ന നിലയിലല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിരുന്നത് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും വലിയ ധനസമ്പാദനത്തിലുള്ള ഒരു വലിയ മാർഗമായി കാണുന്ന ഒരു രംഗമാണ് യാചന എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് നിർവാഹമില്ലാതെ വിശക്കുന്നു, ഭക്ഷണം വേണം, ദാഹിക്കുന്നു, വെള്ളം വേണം, ഉടുതുണിക്ക് മറുതുണിയില്ല, ആ നിലയിൽ ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ ഒരിക്കലും അയാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയുള്ളവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അങ്ങനെ ചോദിച്ചു വരുന്നവരെ നീ ആട്ടിപ്പായിക്കരുത് എന്ന് പറയുന്ന അവിടെയാ. ഇതല്ല, ഇതൊരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ട്, ഇതൊരു ഒരു വിങ്ങായി, ഒരു മാഫിയായി മാറിക്കൊണ്ട് ഇത്ര പിടിച്ച് ഇത്ര സമ്പാദിച്ച് അങ്ങനെ വന്നതിന് ശേഷം ആ ഒരു രൂപത്തിലുള്ള സ്ഥിതിവിശേഷം ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല, അത് ഹലാലാണെന്ന് കൂട്ടുന്നില്ല. അതാണ് നാം തിരിച്ചറിയേണ്ട കാര്യം. നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച പല കാര്യങ്ങളിലും എന്ന പോലെ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത്തരക്കാരും ഇന്ന് യാചനയുടെ ആൾക്കാർ, യാചിച്ച് നടന്നിരുന്ന ആൾക്കാർ മരണപ്പെടുമ്പോൾ നമ്മൾ സാധാരണ ന്യൂസുകളിൽ വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, ഇത്ര ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ സഞ്ചിയിൽ നിന്ന് കിട്ടി, ഇന്ന സാധനങ്ങൾ കിട്ടി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ആ രൂപത്തിലുള്ള ഒരു ജീവിതം അരുത്, പാടില്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരു കയറെടുക്കുകയും ആ കയറുമായി വനാന്തരങ്ങളിൽ പോയി വിറക് വെട്ടി തന്റെ മുതുകത്ത് വെച്ച് അത് ചുവന്നു കൊണ്ടുവന്ന് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തിന്നുക, മറ്റുള്ളവന്റെ മുമ്പിൽ കൈ നീട്ടുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് അതാകുന്നു എന്ന് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പറഞ്ഞു, അത് ചെയ്യാതെ മറ്റുള്ളവനിലേക്ക് കൈ നീട്ടുമ്പോൾ, ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവന് കിട്ടി എന്ന് വന്നേക്കാം, ചിലപ്പോൾ അവന് കിട്ടാതിരിക്കുകയും ചെയ്തേക്കാം. ഈ രണ്ട് സന്ദർഭങ്ങളുമെല്ലാം മറിച്ച് ചെയ്യേണ്ടത് എന്താണോ ചെയ്യാൻ കഴിയുക, അധ്വാനിക്കാൻ കഴിയുക, അതിനുള്ള ആ അധ്വാനമാണ് വേണ്ടത്, അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കണം ഭക്ഷിക്കേണ്ടത് എന്നാണ്. എത്ര കൃത്യമായിട്ട് പഠനമാണെന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ തൊഴിൽ ചെയ്യുന്നവർ ഏത് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരായിരുന്നാലും, എന്ത് തൊഴിൽ ചെയ്യുന്നവരായിരുന്നാലും, ഏത് കമ്പനിയിലായിരുന്നാലും, ഏത് സ്ഥാപനത്തിലായിരുന്നാലും, ഏത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നാലും, ഏത് വാഹനങ്ങൾ, ഏത് തലങ്ങളിലായിരുന്നാലും ശരി, ആ ജോലി ചെയ്യുന്നവനോട് കർക്കശമായ ഒരു നിർദ്ദേശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം എന്താണ്? അല്ലാഹു ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു. ഒരു നല്ല തൊഴിലാളി അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹുവിന് മുത്തഖീങ്ങളെ ഇഷ്ടമാണ്, അല്ലാഹുവിന് വിശ്വാസികളെ ഇഷ്ടമാണ്, അള്ളാഹുവിന് മുത്തവക്കിലീങ്ങളെ ഇഷ്ടമാണ്. ഇത് ഖുർആനിലുടനീളം നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ഇഷ്ടത്തെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇവിടെ പ്രവാചകൻ പറയുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിലാളിയെ. എങ്ങനെയുള്ള തൊഴിലാളി? ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു. ഇത്ഖാൻ എന്ന വാക്കിന്റെ അർത്ഥം പെർഫെക്ഷൻ എന്നാണ്. ഇംഗ്ലീഷിൽ നേർക്ക് നേരെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ, പെർഫെക്റ്റ് ആയിട്ട് ഒരു ജോലി ചെയ്യുക. എങ്ങനെ ചെയ്യണമോ അതുപോലെ പൂർണ്ണമായി ചെയ്യുക, ആർക്കോ വേണ്ടി ചെയ്യാതെ. ആ നിലയിൽ ഒരു ജോലി ചെയ്യുന്ന തൊഴിലാളിയെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. അപ്പൊ കുറ്റമറ്റ നിലയിലായിരിക്കണം, ഒരു തരത്തിലുള്ള പാളിച്ചയും അപവാദവും ഇല്ലാത്ത നിലയിലായിരിക്കണം അവന്റെ ചെയ്തികൾ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ ഏത് ജോലിയും അള്ളാഹു വിരോധിക്കാത്ത, നിരോധിച്ചിട്ടില്ലാത്ത, ഹറാമാക്കിയിട്ടില്ലാത്ത ഏത് ജോലിയും ആ ജോലിയെ കുറിച്ച് പറയുന്നു, അൽ അമലു ശറഫുൻ. ജോലി
തൊഴില് അത് മാന്യതയാണ്. വൽ അമലു വാജിബ്, തൊഴില് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. വൽ അമലു, തൊഴില്, തരീഖുൽ ജന്ന ഇൻ താബത്തിൻ നിയ്യ, നിയ്യത്ത് ശരിയാണെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് തൊഴില്. നോക്കുങ്ങൾ, എന്താണ് ഈ പറഞ്ഞതിന്റെ സാരം? നിയ്യത്ത് നല്ലതാണെങ്കിൽ, ഏത് നിയ്യത്ത് നല്ലതായാലേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഏത് നിയ്യത്തും നന്നായാലേ അള്ളാഹു അംഗീകരിക്കുകയുള്ളൂ. തൊഴിലിന്റെ നിയ്യത്തും നന്നായാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. വസലഹൽ കസ്ബു, ആ തൊഴിലിനോട് കിട്ടുന്ന സമ്പാദ്യം നല്ലതാണെങ്കിലും അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് പോലും പരാമർശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. പൂർവികന്മാരായ ആളുകൾ ഈ രംഗത്ത് വളരെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ചരിത്രത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. സാധാരണ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും അങ്ങേയറ്റത്തെ ഹൃദയസ്പർശിയായ ചരിത്രം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെന്ന സഹാബികളെയും അവരെ സ്വീകരിക്കാനും സഹായിക്കാനും കാത്തിരുന്ന, എല്ലാം നൽകാൻ കാത്തിരുന്ന, പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ അൻസാറുകളായ ആളുകൾ, അവർ രണ്ടുപേരെയും കൂട്ടി നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടൊരൊറ്റ വാക്ക് പറഞ്ഞു. എന്താണത്? തആഖൗ, നിങ്ങൾ പരസ്പരം സഹോദരന്മാരാവുക. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സാഹോദര്യം നമ്മൾ അവിടെ കണ്ടു. അപ്പൊ ഓരോരുത്തരും എന്താണ് ചെയ്തത്? അവർക്ക് ഓരോരുത്തരെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവരവരുടെ ഭവനങ്ങളിലേക്ക് പോവുകയാണ്. ചരിത്രം പറഞ്ഞത് നമുക്കറിയാമല്ലോ. രണ്ട് വീടുള്ളവർ ഒരു വീട് ഈ വന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു. ഒരു വീട്ടിൽ 2 റൂമാണെങ്കിൽ ഓരോ റൂമും ഓഹരി വെച്ച് 2ആയി മാറി 2 പേര് ജീവിക്കുന്നു. അത്രമാത്രം. ഇതൊന്നും നമുക്ക് പറയാൻ പോലും കഴിയില്ല. അതായിരുന്നു മുഹാജിറുകളും അൻസാറുകളും തമ്മിലുണ്ടായിരുന്ന ബന്ധം, സാഹോദര്യം. അക്കൂട്ടത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് കൂട്ടുകാരനായി അൻസാറുകളിൽ നിന്ന് കിട്ടിയ ആള് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങക്ക് എനിക്ക് സമ്പത്തുണ്ട്, ആ സമ്പത്തിന്റെ നേർ പകുതി ഞാൻ തരാം. എനിക്ക് 2 ഭാര്യമാരുണ്ട്, ഒരു ഭാര്യയെ അങ്ങക്ക് വേണ്ടി ഞാൻ വിമോചനിപ്പിച്ച് അങ്ങക്ക് നൽകാം. ഇങ്ങനെ അദ്ദേഹത്തിന് നൽകാവുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നായി എടുത്തു പറയുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മറുപടി ഉണ്ട്. എന്താ മറുപടി എന്നറിയോ? ഇവിടുത്തെ അങ്ങാടി എവിടെയാ? ഒന്ന് കാണിച്ചതാ. ഇവിടുത്തെ ചന്ത എവിടെയാ? മാർക്കറ്റ് എവിടെയാ? അതൊന്ന് കാണിച്ചതാ. ഞാൻ അധ്വാനിക്കും, എന്നിട്ട് ഞാൻ സമ്പാദിക്കും, എന്നിട്ട് ഞാൻ വിവാഹം കഴിക്കും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ചരിത്രത്തിൽ തുല്യതയില്ലാതെ ഇങ്ങനെ പ്രശോഭിച്ചു നിൽക്കുന്ന മറുപടിയാണ്. അതാണ് ഞാൻ ആത്മുഖത്തിൽ സൂചിപ്പിച്ച പരാന്നഭോജികളായി മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിനോട് വിമുഖതയായിരുന്നു അവർക്ക്. സ്വന്തം അധ്വാനിച്ച്, സ്വന്തം തൊഴിൽ ചെയ്ത്, ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവരെത്തിയത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? നാം മനുഷ്യരിലേക്ക് നോക്കിയാൽ ഒരാൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠ നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. ഈ ഇരിക്കുന്ന എല്ലാവരും ഒരുപോലെയല്ല, എല്ലാ തലങ്ങളിലും വ്യത്യസ്തരാണ്. ഉറപ്പാണല്ലോ അക്കാര്യം. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 32-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണെന്നറിയോ? വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. അള്ളാഹു ചിലർക്ക് ചിലരേക്കാൾ നൽകിയിട്ടുള്ള ശ്രേഷ്ഠത, അവരുടെ സ്ഥാനവും പദവിയും അതുപോലുള്ള കാര്യങ്ങൾ, സമ്പത്തിലാണെങ്കിൽ അതിന്റെ ഉയർച്ചയും അതുപോലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ വ്യാമോഹിക്കരുത്. അതുപോലെ ആകണമെന്ന് നിങ്ങൾ വ്യാമോഹിക്കരുത്. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. എന്നിട്ട് പറയുന്നു, ലിർരിജാലി നസീബും മിമ്മക്തസബു. പുരുഷന്മാർ അവർ സമ്പാദിച്ചതിന്റെ ഓഹരി അവർക്കുണ്ട്. വലിന്നിസായി, ഒരേറ്റക്കുറച്ചിലുമില്ലാതെ കൃത്യമായി അത്ഫി ചെയ്തുകൊണ്ട് പറയുന്നു, വലിന്നിസായി നസീബും മിമ്മക്തസബന. സ്ത്രീകൾ സമ്പാദിച്ചതിന്റെ ഓഹരി അവർക്കുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. ഇപ്പൊ പെണ്ണിന്റെ അധ്വാനം, സ്ത്രീയുടെ അധ്വാനം, അവരുടെ ജോലി, അവർക്ക് ആവശ്യമായ പരിഗണന അത് ആവശ്യമാണ്. അവരെ അംഗീകരിക്കണം. അവരുടെ ജോലിയെ സംബന്ധിച്ചിടത്തോളം ജോലിയിടങ്ങളിൽ, തൊഴിലിടങ്ങളിൽ ഒരിക്കലും അവർ ചൂഷണം ചെയ്യപ്പെട്ടുകൂടാ തുടങ്ങിയിട്ടുള്ള നിയമങ്ങളൊക്കെ കൃത്യമായി നമുക്ക് ഇസ്ലാമിൽ വായിച്ചെടുക്കാൻ കഴിയും. അവരെ പരിഗണിക്കുക തന്നെ വേണം. നമ്മുടെ വീടുകളിൽ ജോലിയെടുക്കുന്ന നമ്മുടെ ഭാര്യമാർ, ജോലി ചെയ്യുന്ന നമ്മുടെ ഭാര്യമാർ അത് അംഗീകരിക്കണം, ആദരിക്കണം.
അതേ നമ്മിൽ നിന്നുണ്ടാകാൻ പാടുള്ളൂ. അല്ലാതെ അത് നിരാകരിക്കുകയും ഇകഴ്ത്തിക്കളയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മിൽ നിന്നുണ്ടാകരുത്. അവർ ചെയ്യുന്ന ആ ജോലി തന്റെ ഉത്തരവാദിത്വമാണ് എന്ന ആ ബോധത്തോടു കൂടി ചെയ്താൽ അവർക്ക് പുണ്യം കിട്ടുമെന്ന് പോലും പഠിപ്പിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് സഹോദരിമാർക്കും ഉണ്ടാവുക. ഇവിടെ ആരും ആരെയും വേർതിരിക്കുന്നില്ല. ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തെക്കുറിച്ചും ബാധ്യതയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം അവർ അവകാശങ്ങളെ കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ എത്രയോ ദിവസങ്ങളായി കുറെ സഹോദരിമാർ ഊണും ഉറക്കും ഒഴിച്ച് വെയിൽ കൊണ്ട് വെള്ളം കൊണ്ട് എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കുന്നു. തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥാവിശേഷമുണ്ട് എങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഇവിടുത്തെ ഭൗതിക ജീവിതത്തിലെ നിയമങ്ങളുടെ കാഴ്ചപ്പാട് വെച്ച് തന്നെ അത് എന്നിട്ട് ഇങ്ങോട്ട് പോകാൻ ഞാൻ സൂചിപ്പിച്ചത്, ഓരോരുത്തർക്കും അവരവരുടേതായ കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. അത് നിർവഹിക്കാൻ തയ്യാറാകുന്നതോടൊപ്പം അവർക്ക് നൽകേണ്ടത് നൽകിക്കൊണ്ട് അത് ഏത് രംഗത്തായിരുന്നാലും ശരി മുന്നോട്ട് പോകുന്ന മാനസികാവസ്ഥയാണ് വളർത്തിയെടുക്കേണ്ടത്. ഒന്നും മാറ്റി നിർത്താനില്ല മനുഷ്യ ജീവിതത്തിലേത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ സന്ദേശത്തിലൂടെ ഞാനും നിങ്ങൾ മനസ്സിലാക്കിയത്. അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഓരോരുത്തരെ കുറെ സഹാബത്ത് അനുയായികൾ ഇങ്ങനെയുണ്ട്, കുറെ ആൾക്കാരുണ്ട്. ഓരോരുത്തരായി വന്ന് നബിയുടെ കൈ പിടിച്ചിങ്ങനെ ഹസ്തദാനം നടത്തുകയാണ്, മുസാഫഹത്ത്, ഷേക്ക് ഹാൻഡ് ചെയ്യാണ്. അപ്പൊ ഇതിൽ പെടാതെ ഒരാള് ദൂരെ മാറി നിൽക്കുന്നുണ്ട്. പ്രവാചകൻ ശ്രദ്ധിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എല്ലാവരും വന്ന് എനിക്ക് ഹസ്തദാനം ചെയ്തു പോകുമ്പോൾ അങ്ങ് എന്താണ് ഇങ്ങനെ ദൂരെ മാറി നിൽക്കുന്നത്? ആ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ ഒരു മറുപടി ഉണ്ട്, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ വളരെ കട്ടിയുള്ള ജോലികൾ ചെയ്ത് എൻ്റെ കൈ നിറച്ച് തഴമ്പാണ്. ആ തഴമ്പുള്ള കൈ കൊണ്ട് അങ്ങയുടെ കൈക്ക് ഞാൻ പിടിച്ചാൽ അങ്ങയുടെ കൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, വേദനിക്കുമോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. പ്രിയമുള്ളവർ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചോ, ആലോചിച്ചോ. ആ പ്രവാചകൻ ആ മനുഷ്യനെ ചേർത്തണച്ചങ്ങോട്ട് പിടിച്ചതിന് ശേഷം ആ രണ്ട് കൈകൾ, അദ്ദേഹത്തിന്റെ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നാളെ സ്വർഗത്തിൽ പോകുന്ന രണ്ട് കൈകൾ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. അധ്വാനിച്ച് കയ്യിൽ തഴമ്പുണ്ടായിട്ട് ആ തഴമ്പിന്റെ വിലയാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാചകത്തിലെല്ലാം ഉണ്ട്. ഇസ്ലാം കേവലം ഇവിടെ ഒരുങ്ങിക്കൂടുന്ന പള്ളിക്കുള്ളിൽ ചടഞ്ഞുകൂടുന്ന ഒരു സന്ദേശമല്ല, നമ്മുടെയൊക്കെ ജീവിതവുമായി ഒട്ടിച്ചേരുന്നതാണ്. ഏത് രംഗത്തുണ്ട്. അധ്വാനിച്ച തഴമ്പിച്ച കൈക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചുവെങ്കിൽ അധ്വാനത്തിന്റെ വില തന്നെയാണ്. ഇതൊക്കെയാണ് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്, പകർത്താൻ ശ്രമിക്കേണ്ടത്, ഇസ്ലാമിനെ അറിയേണ്ടത്, അടുത്തറിയേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്, പ്രചരിപ്പിക്കേണ്ടത്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ചക്കും ഇന്നും ഇടയിൽ നമ്മൾ അറിയുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന 2-3 പേർ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ആ മയ്യത്തൊക്കെ നമ്മൾ കാണുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഷഹബാസ് സേട്ട് എന്ന് പറയും, നമ്മുടെ ഈ പള്ളിയിലൊക്കെ വരാറുള്ള സഹോദരനാണ്. മറ്റൊന്ന് എൻ്റെ ഒപ്പം ഈ സ്കൂളിൽ വർഷങ്ങളോളം ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന വെളിയത്തുനാട് സ്വദേശി മുഹമ്മദ് അലി മാസ്റ്റർ, അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു. വേറൊന്ന് പള്ളുരുത്തിയിലെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ യുവ വിഭാഗത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന
ഒരു മുഹസിൻ എന്ന് പറയുന്ന സുഹൃത്ത്. ഇന്ന് രാവിലെ ഞാൻ പോയി കണ്ടു, വീട്ടിൽ മയ്യത്ത് നമസ്കരിച്ചു. ഇങ്ങനെ 2-3 പേർ. മരണം എല്ലാവർക്കും ഉള്ളത് എപ്പോഴാണെന്ന് അറിയില്ല. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പേർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ ഹസനാത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ സയ്യിആത്തുകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കളമശ്ശേരിയിലെ നമ്മുടെ മുസ്തഫ സാഹിബ്, അദ്ദേഹം പല രോഗങ്ങൾക്കും വിധേയനാണ്. ഇപ്പം വീണ്ടും അദ്ദേഹം ICUയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സജീവ പ്രവർത്തകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിഹ്ഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യവാനായി പ്രവർത്തന രംഗത്ത് തിരിച്ചെത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതല്ല മറ്റെന്തെങ്കിലുമാണ് അല്ലാഹുവിന്റെ തീരുമാനമെങ്കിൽ അല്ലാഹു അദ്ദേഹത്തിന്റെ ആഖിബത്ത് നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا